അതാണ് ഡിലേ ആവുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോ the parity check bits of an 8,4 linear block code, 8,4 ബ്ലോക്ക് കോഡ്, ഇത് ഹാമിംഗ് കോഡാണോ അല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇവരിപ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഹാമിംഗ് കോഡാണോ എന്ന് ചെക്ക് ചെയ്യാം. എന്താണ് n should be less than or equal to ചെക്ക് ചെയ്ത് പോവാം. നമുക്ക് നോക്കാം ഇത് ഹാമിംഗ് കോഡാണോ എന്നുള്ളത് ചോദിച്ചാൽ n should be less than or equal to 2 raised to r minus 1 ആണ് ഹാമിംഗ് കോഡ് ആവാനുള്ള കണ്ടീഷൻ. ഇവിടെ n-ന്റെ വാല്യൂ 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടുത്തെ r എന്താണ് 8 minus 4, 8 minus 4 എന്താണ് 4. So here r is equal to n minus k is equal to 8 minus 4 is equal to 4. 2 raised to 4 എന്താണ് 2 into 4, 4 into 4 16, 16 minus 1, 8 less than or equal to 15. Condition satisfy ചെയ്യുന്നുണ്ട്. So this is also a ഹാമിംഗ് കോഡ്. One second. ഇപ്പൊ ഇത് ഹാമിംഗ് കോഡാണ്, അതൊന്ന് ഓർത്ത് വെച്ചു. ഒരു സെക്കൻഡ്. ഓക്കെ, കേൾക്കാമല്ലോ? ഓഡിബിൾ ആണല്ലോ? കാണാൻ ഒക്കുമല്ലോ? ശരി, അപ്പോ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ദി പാരിറ്റി ചെക്ക് ബിറ്റ്സ്, അപ്പൊ നമ്മൾ അത് ചെക്ക് ചെയ്തു. എന്താണ് അത്? ഒരു 8 അല്ല, 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 2 raised to 4, 2 raised to 4 എന്ന് വെച്ചാൽ 2 into 4, 4 into 4 16 അല്ലേ? 2 raised to 4 ആകുമ്പോൾ 16 minus 1. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 minus 1. അപ്പോൾ 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണ്. ശരിയാവുന്നുണ്ട് അല്ലേ? സോ ദിസ് ഈസ് എ ഹാമിംഗ് കോഡ്. അപ്പൊ ഈ തന്നിട്ടുള്ള ഹാമിംഗ് കോഡ് തന്നെയാണ്. അവർ ഹാമിംഗ് തന്നാലും ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ശരി, ഇനി കണ്ടീഷൻ തന്നിരിക്കുന്നത് നോക്കിയാൽ അവിടെ C5, C6, C7, C8 ആണല്ലോ. ഇതാണ് തന്നിരിക്കുന്നത്. C5 C6 അതിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. C5 C6 C7 C8. അപ്പൊ ഇതില് പാരിറ്റി ഒന്നും തന്നിട്ടില്ല, ജനറേറ്റർ തന്നിട്ടില്ല, വേറെ ഒന്നും തന്നിട്ടില്ല, H മെട്രിക്സ് തന്നിട്ടില്ല. HO GO ഒക്കെ തന്നാൽ നമുക്ക് അതിൽ നിന്ന് പാരിറ്റി ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ അവർ ഇക്വേഷൻ, കോഡ് വേർഡിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. കോഡ് വേർഡ് അല്ല, ഓരോ ബിറ്റിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. വേറെ C1 C2 ആർ എക്സെട്ര അപ് ടു C8 ആർ ദി ബിറ്റ്സ് ഓഫ് കോഡ് വേർഡ്. ബിറ്റ്സ് ഓഫ് കോഡ് വേർഡ് നമുക്കറിയാം. ഒരു മെസ്സേജ് n, അപ്പൊ ഇവിടെ ഇതൊരു അപ്പോ n-ന്റെ വാല്യൂ 8 ആണെന്നറിയാം, k-യുടെ വാല്യൂ 4 ആണെന്നറിയാം. അപ്പൊ n മൈനസ് k അല്ലെങ്കിൽ r-ന്റെ വാല്യൂ എന്താണ്? n മൈനസ് k is equal to r. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അതിന് കോള് വന്നു, അങ്ങനെ കേട്ടാ. ഓക്കെ, അപ്പോ
കോഡ് വേർഡ് നമുക്കറിയാം എൻകോമ കെ എന്താണ്. എൻകോമ കെ n ഇസിക്കൽ ടു ഇവിടെ 8 ഉം k ഇസിക്കൽ ടു 4 നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. k ഇസിക്കൽ ടു 4 ആണ്, n മൈനസ് കെ 6 4 ആണ്. ഏതൊരു കോഡ് വേർഡ് ആയാലും നമുക്കറിയാം, ഏതൊരു കോഡ് വേർഡ് ആയാലും ഇവിടെ കോഡ് വേർഡിന്റെ ലെങ്ത് എത്രയാണ്? C1 ടു CN ആണ്. അതായത് C1 C2 എക്സെട്ര അപ് ടു C8 വരെ ഉണ്ട് അല്ലെ. C1 C2 C3 എക്സെട്ര അപ് ടു C8 വരെയാണ് കോഡ് വേർഡ്. നമ്മൾ കോഡ് വേർഡിന്റെ ഓരോ ബിറ്റും അതാണെന്ന് നമുക്കറിയാം. ഇനി കോഡ് വേർഡിന്റെ ആദ്യത്തെ k ബിറ്റ്സ് ഈ സെയിം ആസ് മെസ്സേജ് ബിറ്റ് അല്ലെ. കാര്യം ഇപ്പൊ 101 എന്നുള്ളതാണ് മെസ്സേജ് ബിറ്റ് എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോഡ് വേർഡ് എഴുതുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ് 101. ആദ്യം മെസ്സേജ് ബിറ്റും പിന്നെ ബാക്കി സാധനം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി റിഡൻഡന്റ് ബിറ്റ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും, ജനറേറ്റർ മെട്രിക്സ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും നമ്മളൊരു കോഡ് വേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഒരു കോഡ് വേർഡ് മൊത്തത്തിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് എത്ര മെസ്സേജ് ഉണ്ട്? മെസ്സേജ് ബിറ്റ് k ആണെങ്കിൽ ഫസ്റ്റ് k ബിറ്റ്സ് കോഡ് വേർഡിന്റെ ഫസ്റ്റ് k ബിറ്റ് സെയിം ആസ് മെസ്സേജ് ബിറ്റ്. മെസ്സേജ് ബിറ്റ് 3 ആണെങ്കിൽ ആദ്യത്തെ 3 ബിറ്റ്സ് മെസ്സേജ് തന്നെയായിരിക്കും. മെസ്സേജ് ബിറ്റ് 4 ആണെങ്കിൽ ആദ്യത്തെ 4 ബിറ്റ് മെസ്സേജ് തന്നെയായിരിക്കും അല്ലെ. ഇപ്പൊ 1010 എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ കോഡ് വേർഡ് എഴുതുമ്പോൾ ആദ്യത്തെ 4 ബിറ്റ് 1010 തന്നെ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളതാണ് സം ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് വി ആർ ഫൈൻഡിങ് ദി റിഡൻഡന്റ് ബിറ്റ്സ് അല്ലെ. റിഡൻഡന്റ് ബിറ്റ്സ് ആദ്യത്തെ വിൽ ബി മെസ്സേജ് ബിറ്റ്സ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ k എന്ന് വെച്ചാൽ എത്രയാണ്? മെസ്സേജ് ബിറ്റ്സിന്റെ എണ്ണം 4 ആണ്. അപ്പൊ അത് കാണുമ്പോഴേ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എന്താണ്? ഫസ്റ്റ് ബിറ്റ് C1 ഇസിക്കൽ ടു D1 മെസ്സേജ് ബിറ്റ് ആണ്. C2 ഇസിക്കൽ ടു D2 തന്നെയാണ്. കാരണം എന്താണ്? കോഡ് വേർഡിന്റെ ആദ്യത്തെ മെസ്സേജ് ബിറ്റിന്റെ അത്രയും എണ്ണം സെയിം ആണ്. 101 എന്നുള്ള മെസ്സേജിന്റെ ആദ്യത്തെ 3 അല്ലെ. 101 മെസ്സേജ് എന്ന് വെച്ചാൽ ഇവിടെ k യുടെ വാല്യൂ 3 ആണ്. ആദ്യത്തെ 3 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെയിം ആസ് മെസ്സേജ് ബിറ്റ് ആണ്. മെസ്സേജ് നമ്മൾ D1 D2 D3 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ C1 ഇസിക്കൽ ടു D1, C2 ഇസിക്കൽ ടു D2, C3 ഇസിക്കൽ ടു എന്താണ്? D3. തന്നിട്ടില്ലെങ്കിൽ പോലും C3 ഇസിക്കൽ ടു D3 ആണ്. C4 ന്റെ വാല്യൂ എന്താണ്? C4 ഇസിക്കൽ ടു D4. കാരണം ഇവിടെ 4 ബിറ്റ് ആണ് മെസ്സേജ് ഉള്ളത്. മെസ്സേജ് 4 ബിറ്റ് ആകുമ്പോൾ കോഡ് വേർഡിന്റെ ആദ്യത്തെ 4 ബിറ്റ് സെയിം ആസ് മെസ്സേജ് ബിറ്റ് അല്ലെ. കോഡ് വേർഡ് അപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1010 എന്നുള്ളൊരു മെസ്സേജ് ബിറ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 4 ബിറ്റ് മെസ്സേജ്. ആ 4 ബിറ്റ് മെസ്സേജ് എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ 4 ബിറ്റ് സെയിം ആസ് മെസ്സേജ് ആണ്. ഇവിടെ 4 ബിറ്റ് മെസ്സേജ് 1010 ആകുമ്പോൾ ഇവിടെ D1 ന്റെ വാല്യൂ 1 ആണ്, D2 ന്റെ വാല്യൂ 0, D3 യുടെ വാല്യൂ 1, D4 ന്റെ വാല്യൂ 0. കോഡ് വേർഡ് എഴുതുമ്പോഴും C1 ഇസിക്കൽ ടു D1 ഇസിക്കൽ ടു 1, C2 ഇസിക്കൽ ടു D2 ഇസിക്കൽ ടു 0, C3 ഇസിക്കൽ ടു D3 ഇസിക്കൽ ടു 1, C4 ഇസിക്കൽ ടു D4 ഇസിക്കൽ ടു 0. പിന്നെ ഉള്ളതാണ് കാൽക്കുലേഷൻ. അത് ഇവിടെ തന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് നമുക്ക് റിമൈനിങ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ C1 ഇസിക്കൽ ടു D1 എന്നറിയാം, C2 ഇസിക്കൽ ടു D2 എന്നറിയാം, C3 ഇസിക്കൽ ടു D3 എന്നറിയാം, C4 ഇസിക്കൽ ടു D4 എന്നറിയാം. എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി അറിയാം. കെയുടെ ബിറ്റ് k ഫോർ എക്സാമ്പിൾ കെയുടെ 3 ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കെയുടെ വാല്യൂ 3 ആണെങ്കിൽ C1 ഇസിക്കൽ ടു D1, C2 ഇസിക്കൽ ടു D2, C3 ഇസിക്കൽ ടു D3 അങ്ങനെ അറിയാം. കെയുടെ വാല്യൂ 5 ആണെങ്കിൽ C1 ഇസിക്കൽ ടു C2 അല്ല സോറി കെയുടെ വാല്യൂ 3 ആണെങ്കിൽ C1 ഇസിക്കൽ ടു D1, C2 ഇസിക്കൽ ടു D2, C3 ഇസിക്കൽ ടു D3. കെയുടെ വാല്യൂ 5 ആണെങ്കിൽ C1 ഇസിക്കൽ ടു D1, C2 ഇസിക്കൽ ടു D2 എക്സെട്ര അപ് ടു C5 ഇസിക്കൽ ടു D5. മെസ്സേജ് ബിറ്റ് എത്രയാണോ ആദ്യത്തെ കോഡ് വേർഡിന്റെ ആദ്യത്തെ അത്രയും ബിറ്റ് ഈ സെയിം ആസ് മെസ്സേജ് ബിറ്റ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ബാക്കിയുള്ള സാധനം ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് C5 ഉം C6 ഉം C7 ഉം C8 ഉം തന്നിട്ടുണ്ട്. മനസ്സിലായോ? C5 ഉം C6 ഉം C7 ഉം C8 ഉം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ജനറേറ്റർ മാട്രിക്സ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? C ഇസിക്കൽ ടു D into G. C ഇസിക്കൽ ടു D into G ആണല്ലോ നമ്മളെ ജനറൽ ഇക്വേഷൻ. അപ്പൊ ജനറൽ ഇക്വേഷനിലെ D ഇവിടെ എത്ര മെസ്സേജ് ബിറ്റ് ഉണ്ട്? ഹിയർ മെസ്സേജ് ബിറ്റ് k ഇസിക്കൽ ടു 4. അപ്പോ C ഇസിക്കൽ ടു D1, D2, D3, D4 into generator matrix into our generator matrix into generator matrix. ഇനി ജനറേറ്റർ മെട്രിക്സിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ C1 ഇസിക്കൽ ടു D1 എന്ന് കിട്ടുന്ന രീതിയിലുള്ള എലമെന്റ് എഴുതുക, C2 ഇസിക്കൽ ടു D2 കിട്ടുന്ന രീതി എഴുതുക, C3 ഇസിക്കൽ ടു D3 എഴുതുക, C4 ഇസിക്കൽ ടു D4 കിട്ടുന്ന രീതി എഴുതുക, C5 ഇസിക്കൽ ടു D1 പ്ലസ് D2 പ്ലസ് D4 കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക, C6. അപ്പൊ ആ ഒരു രീതിയിൽ തന്നിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. തന്നിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കത് നോക്കാം.
ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ C = D into G ആണ്. C = D into G. അപ്പൊ D1 D2 D3 എഴുതി നമ്മൾ C = D1 D2 D3 എന്ന് എഴുതി. ഇതിൽ നമ്മൾ C1 എന്താണ് കിട്ടി? C1 = D1, C2 = D2, C3 = D3 നമ്മൾ എഴുതിയതാണ്. C4 = D4. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് C5 = D1 D2 D4. സിമിലർലി C6 എന്ന് വെച്ചാൽ D1 D2 D3, C7 എന്ന് വെച്ചാൽ D1 D3 D4, C8 എന്ന് വെച്ചാൽ D2 plus D3 plus D4. ഓക്കെ, അപ്പോ ഇവിടെ C = D into G ആണ് കിട്ടേണ്ടത് ആണല്ലോ. അപ്പൊ C നമുക്ക് എന്തായിട്ട് എഴുതാം? C1 C2 C3 C4 etc. up to C8 ആയിട്ട് എഴുതാം. ശരി, C1 എങ്ങനെ കിട്ടും? C1 is obtained by multiplying the first row. അല്ല, ഇത് C1 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റിന്റെ ഫസ്റ്റ് റോയ ഫസ്റ്റ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C1 കിട്ടണം. ഫസ്റ്റ് റോയ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടണം. ഇപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതാമേ. ഈ സാധനം എങ്ങനെ വന്നു എന്നുള്ളതാണ് എഴുതുന്നത്. അപ്പൊ C = D into ജനറേറ്റർ മെട്രിക്സ് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ആലോചിക്കുക അല്ലെ. ജനറേറ്റർ മെട്രിക്സ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം C1 എങ്ങനെ കിട്ടും? ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ കിട്ടുന്നത്. അത് എന്ത് കിട്ടണം? C1 D1 എന്ന് കിട്ടണം. അതിനുവേണ്ടി ഇവിടുത്തെ എലമെന്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ D1 D2 D3 D4. അപ്പൊ ഫസ്റ്റ് കോളം എന്ത് വരണം നോക്കാം. ഇവിടെ D1 കിട്ടണമെങ്കിൽ ഇവിടെ 1 കൊടുക്കാം. അപ്പൊ D1 into 1 ഇനി ഒന്നും കിട്ടരുത്. C1 = D1 എന്ന് കിട്ടാണോ. അപ്പൊ ബാക്കിയെല്ലാം ഞാൻ 0 ഇടും. ബാക്കിയെല്ലാം ഞാൻ 0 ഇടും. ശരി, ഇവിടെ 4 റോ ഉള്ളതുകൊണ്ട് അല്ല 4 D1 D2 D3 D4 4 ആയതുകൊണ്ട് കോളമിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം അല്ലെ. കോളത്തിന്റെ എലമെന്റ് ഈക്വൽ ആയിരിക്കണം. എങ്കിലേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവും. D1 into 1 XOR D2 into 0 XOR D3 into 0 XOR D4 into 0. ആദ്യത്തെ C1 = D1 കിട്ടി. ഇനി അടുത്ത നമുക്ക് C2 എന്ന് പറഞ്ഞാൽ എന്താണ്? C2 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. എങ്ങനെ കിട്ടും? മൾട്ടിപ്ലൈങ് ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? D2 കിട്ടണം. അപ്പൊ D2 രണ്ടാമത്തെ കോളത്തില് ഈ D1 D2 D3 D4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ D2 മാത്രം കിട്ടണം. എന്ത് ചെയ്യണം? D1 into 0 കിട്ടണം. അല്ലെങ്കിൽ D1 കൂടെ കിട്ടിപ്പോവും. D2 into D2 കിട്ടണം. അപ്പൊ അവിടെ 1. D3 വേണോ? വേണ്ട, അവിടെ 0. D4 വേണോ? വേണ്ട, അവിടെ 0. ശരി, അടുത്ത D3 കിട്ടണം. D3 അല്ലേ കിട്ടേണ്ടത്. അപ്പോ D1 into 0 D2 into 0 D3 കിട്ടണം. അവിടെ 1. D4 അവിടെ വേണ്ട, 0. അടുത്ത എന്ത് കിട്ടും? D1 into 0 വേണം. D2 into 0 D3 into 0 D4 into 0 അതും എഴുതി. ഇനി അടുത്തതിൽ എന്ത് കിട്ടണം? C5 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയും ഫിഫ്ത് കോളം. അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എന്താ കിട്ടണം? D1 D2 D4 കിട്ടണം. D1 കിട്ടണമല്ലോ, അപ്പൊ അവിടെ 1. D2 കിട്ടണോ? D2 കിട്ടണം, അപ്പൊ അവിടെയും 1. D3 കിട്ടണോ? D3 അവിടെ ഇല്ല, അപ്പൊ D3 അവിടെ 0. D4 ഉണ്ടോ? D4 ഉണ്ട്. സോ ഇറ്റ് വിൽ ബി 1 1 0 1. D1 D2 D4. അപ്പൊ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? D1 into 1 D2 1 D1 കിട്ടി. D2 into 1 D2 കിട്ടി. D3 വേണ്ട, D3 into 0 D4 വേണം, അപ്പൊ അവിടെയും 1 കൊടുത്തു. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏതൊക്കെ വേണം അവിടെ എല്ലാം 1 കൊടുക്കുക, ഏതൊക്കെ വേണ്ട അവിടെയൊക്കെ 0 കൊടുക്കുക. C6 സിമിലർലി എങ്ങനെ എഴുതാം? 1 ഉം 2 ഉം 3 മതി. അപ്പൊ 1ന്റെ അവിടെ ഉണ്ട്, 2ന്റെ അവിടെ ഉണ്ട്, 3ന്റെ അവിടെ ഉണ്ട്, 4 ഇല്ല, അവിടെ 0 കൊടുത്തു. എവിടെയാണ്? സോറി, C1 C2 C3 ഓക്കെ, ഇവിടെ 0 0 0 1 ആണ് കേട്ടോ. ലാസ്റ്റ് 1 വരും. C4 D4 ഓക്കെ. അടുത്ത C5 എന്ന് വെച്ചാൽ D1 D2 D4 വന്നു. ഓക്കെ, C1 C2 അല്ല D1 D2 D4 വന്നു. ശരി, അടുത്തത് കറക്റ്റ് ആണ്. D1 D2 D3 വന്ന് D4 ഇല്ല. അതിന്റെ അടുത്ത D1 D2 D3 D1 D3 D4. അപ്പം D1 ഉണ്ട്, D3 അപ്പം D2 ഇല്ല, D2 ഇല്ല, D3 ഉണ്ട്, D4 ഉണ്ട്. അപ്പൊ അത് വേണ്ടി സിമിലർലി അടുത്ത എന്താണ്? D2 D3 D4. അപ്പം D1 ഇല്ല, D2 ഉണ്ട്, D3 ഉണ്ട്, D4 ഉണ്ട്. സോ ദിസ് വിൽ ബി അവർ ജനറേറ്റർ മെട്രിക്സ്. അപ്പൊ ഇങ്ങനെയാണ് ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ നിന്ന് നമുക്ക് ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ജനറേറ്റർ മെട്രിക്സിന്റെ ഫോം എന്താണ്? ജി കെ എൻ. ജനറേറ്റർ മെട്രിക്സിന് ആദ്യം ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ. ജനറേറ്റർ മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ജനറേറ്റർ മെട്രിക്സ് വിൽ ബി ഈക്വൽ ടു അതിന്റെ ആദ്യം IK മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സും പിന്നെ ഉള്ളത് പാരിറ്റി മെട്രിക്സും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പാരിറ്റി മെട്രിക്സ് ഡയറക്റ്റ് എഴുതാം. എങ്ങനെയാണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഓഫ് K/K. കെയുടെ വാല്യൂ ഇവിടെ 4 ആണ്. അപ്പൊ 4/4 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ ഇത് ഇത്രയാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഒരു വര ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി മെട്രിക്സും ബാക്കിയുള്ള സാധനം വിൽ ബി ദി പാരിറ്റി മെട്രിക്സ്. അപ്പൊ ഇവിടുത്തെ പാരിറ്റി മെട്രിക്സ് നമുക്കറിയാം 1 1 1 0 1 1 0 1 0 1 1 1 1 0 1 1. പാരിറ്റി മെട്രിക്സ് നമുക്കറിയാം. അപ്പോ ഈ പാരിറ്റി മെട്രിക്സ് അറിയാമെങ്കിൽ പാരിറ്റിയുടെ ട്രാൻസ്പോസ് ഒക്കെ എഴുതി H കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ഫൈൻഡ് ജനറേറ്റർ മെട്രിക്സ് ആൻഡ് പാരിറ്റി ചെക്ക് മെട്രിക്സ്. ജനറേറ്റർ മെട്രിക്സും പാരിറ്റി ചെക്ക് മെട്രിക്സും ആണ്. അപ്പൊ ജനറേറ്റർ മെട്രിക്സ് നമുക്ക് കിട്ടി. പാരിറ്റി ചെക്ക് മെട്രിക്സ് നമുക്കറിയാം P ട്രാൻസ്പോസ്. P കിട്ടിക്കഴിഞ്ഞു. P കിട്ടിയ P ട്രാൻസ്പോസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇന്റർചേഞ്ച് റോ ആൻഡ് കോളം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. പിന്നെ ഐഡന്റിറ്റി മെട്രിക്സ് കൂടെ എഴുതി. 4/4 ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി. ഓക്കെ, ഇനി അടുത്ത എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി മിനിമം വെയിറ്റ് ഓഫ് ദിസ് കോഡ്. അപ്പോൾ ഇതിന്റെ മിനിമം വെയിറ്റ്, ഡി മിനിമം വെയിറ്റ് ഈ സെയിം ആസ് മിനിമം ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മിനിമം വെയിറ്റ് ഓഫ് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കോഡ് വേർഡിന്റെ മിനിമം വെയിറ്റ്, ഓരോ കോഡ് വേർഡും കണ്ടുപിടിച്ചിട്ട് അതിന്റെ മിനിമം വെയിറ്റ് തന്നെയാണ് അവിടുത്തെ ഡി മിനിമം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എല്ലാ കോഡ് വേർഡും കണ്ടുപിടിക്കുക, അതിന്റെ മിനിമം ഡിസ്റ്റൻസ് തന്നെയാണ് അവിടുത്തെ മിനിമം വെയിറ്റ് എന്ന് പറയുന്നത്. മിനിമം ഡിസ്റ്റൻസും മിനിമം വെയിറ്റും സെയിം ആയിട്ട് വരും. എന്താണ് മൊത്തത്തിൽ നോക്കുമ്പോൾ? ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ ഹാമിങ് വെയിറ്റ് എടുത്തു, അല്ലെങ്കിൽ ഓരോന്നിന്റെ വെയിറ്റ് എടുത്തു. നോക്കും നമ്മൾ പറഞ്ഞതാണ് മിനിമം ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. മിനിമം ഡിസ്റ്റൻസ് ഡി മിനിമത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഡി മിനിമം ഈസ് ഹാവിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി കോഡ് വേർഡ് അങ്ങനെ എടുത്തിട്ട് ഏറ്റവും മിനിമം ഏതാണെന്നുള്ളത് നോക്കും. രണ്ട് കോഡ് വേർഡ് കമ്പയർ ചെയ്തു, എവിടെയൊക്കെയാണ് ഡിഫർ ചെയ്യുന്നത് അതിന്റെ എണ്ണം എടുത്തു. അങ്ങനെ 1 2 നോക്കി, 2 3 നോക്കി, 3 4 നോക്കി, അതേപോലെ 1 3 നോക്കി, അങ്ങനെ എല്ലാം നോക്കുമ്പോൾ കിട്ടുന്നതാണ് ഡി മിനിമം. അതല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് ദി മിനിമം ഹാവിംഗ് വെയിറ്റ് ഓഫ് ഓൾ കോഡ് വെക്ടേഴ്സ്. ഇറ്റ് ഈസ് ദി മിനിമം ഹാവിംഗ് വെയിറ്റ് ഓഫ് ഓൾ കോഡ് വെക്ടേഴ്സ്. അപ്പൊ ഹാവിംഗ് വെയിറ്റ് ചോദിച്ചാൽ മിനിമം ഡി മിനിമവും ഏതാണ്ട് ഒന്ന് തന്നെയാണ് അല്ലെ. മിനിമം ഹാവിംഗ് വെയിറ്റും ഓഫ് ഓൾ കോഡ് വെക്ടേഴ്സും മിനിമം ഡിസ്റ്റൻസ് ഓഫ് ഓൾ കോഡ് വെക്ടേഴ്സും വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇറ്റ് ഈസ് സെയിം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിനിമം വെയിറ്റ് ആണ്. മിനിമം വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മിനിമം വെയിറ്റ് അല്ലെങ്കിൽ ഡി മിനിമം രണ്ടും ഒന്ന് തന്നെയാണ് വരുന്നത്. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ അന്ന് ഞാൻ പറഞ്ഞു ഡി മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡി മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുകിൽ ഓരോന്നും ആദ്യത്തെ കോഡും രണ്ടാമത്തെ കോഡും നോക്കി ഡിസ്റ്റൻസ്, ആദ്യത്തെ 3 ആദ്യത്തെ 5 ആദ്യത്തെ 6 അങ്ങനെ എല്ലാം നോക്കി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓരോ കോഡ് വേർഡ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വെയിറ്റ് അനുസരിച്ച്, ഇപ്പൊ ആദ്യത്തെ കോഡ് വേർഡ് കണ്ടുപിടിച്ചു, അതിന്റെ വെയിറ്റ് നോക്കി. വെയിറ്റ് എങ്ങനെയാ നോക്കുന്ന? അതിന് എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കി അങ്ങനെ വെയിറ്റ് എടുത്തെടുത്തെടുത്ത് എല്ലാ ഇപ്പം 8 കോഡ് ഉണ്ടെങ്കിൽ 8 കോഡിന്റെ ആദ്യത്തെ കോഡിൽ എത്ര നോൺ സീറോ ഉണ്ടെന്ന് നോക്കി എഴുതി, രണ്ടാമത്തെ എത്ര നോക്കി എഴുതി, മൂന്നാമത്തെ എത്ര നോക്കി എഴുതി, നാലാമത്തെ നോക്കി, അങ്ങനെ 8 എണ്ണത്തിൽ എഴുതിയിട്ട് അതിൽ ഏറ്റവും വെയിറ്റ് കുറവ് ഏതാണ് വന്നിരിക്കുന്നത് അതാണ് മിനിമം ഹാമിംഗ് വെയിറ്റ് എന്ന് പറഞ്ഞു. ഇനി ഒരു മെത്തേഡും കൂടെ ഹാമിംഗ് വെയിറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഹാമിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉണ്ടെന്ന് ഉണ്ട്. അത് ഏതാണെന്നാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ കോഡ് വേർഡും കണ്ടുപിടിക്കാം, ഒന്നുകിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ കോഡ് വേർഡും കണ്ടുപിടിക്കാം. പക്ഷെ കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ടൈം വേസ്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഇപ്പൊ കോഡ് വേർഡ് കണ്ടുപിടിക്കാനെന്ന് ഈ ക്വസ്റ്റ്യനിൽ കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം കോഡ് വേർഡ് കണ്ടുപിടിക്കുക, അതിന്റെ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് നോക്കുക, എന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓരോ കോഡ് വേർഡിന്റെ ഹാമിംഗ് വെയിറ്റ് എടുക്കുക, ഏറ്റവും വെയിറ്റ് കുറവ് ഏതാണ് ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് മിനിമം വെയിറ്റ്, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് ഡി മിനിമം. രണ്ടും ഒന്ന് തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. ഇപ്പോ 10 ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 10010 എന്നുള്ള ഒരു കോഡും 01100 എന്നുള്ളൊരു കോഡും ഉണ്ട്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്? 1 2. സോ ഇതിന്റെ വെയിറ്റ് 2, ഇതിന്റെ വെയിറ്റ് 2. ഇനി അടുത്ത ഒരെണ്ണത്തിന്റെ വെയിറ്റ് എടുക്കുമ്പോൾ 01001 ആണെന്ന് നോക്കിയാൽ ഇതിന്റെ 10. ഓക്കെ,
ഇതിന്റെ വെയിറ്റ് എത്രയാ? 1 2 ഇതിന്റെ 2 അടുത്ത 0 0 1 0 0 0 ആണെന്ന് നോക്കുക. ഇതിന്റെ വെയിറ്റ് എത്ര? 1. സോ ഹിയർ ഹാമിംഗ് വെയിറ്റ് നമുക്ക് ഇത് നോക്കി 2 ഇത് 2 ഇത് 2 ഇത് 1. സോ ഇതല്ലേ ഏറ്റവും മിനിമം. സോ ദിസ് വിൽ ബി ദി, അപ്പൊ എല്ലാ കോഡുകളും എടുത്ത് നോക്കുക. അവിടെ ഏറ്റവും വെയിറ്റ് കുറവ് ഏതാണ്? ദാറ്റ് വിൽ ബി ദി മിനിമം വെയിറ്റ് ആസ് വെൽ ആസ് ഡി മിനിമം. ഡി മിനിമത്തിന്റെ വാല്യൂ അത് തന്നെയാണ്, മിനിമം വെയിറ്റ് അത് തന്നെയാണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ എച്ച് മെട്രിക്സ് നോക്കുക. എച്ച് മെട്രിക്സിൽ എത്ര കോളംസ് ആഡ് ചെയ്താൽ 0 കിട്ടുന്നു? എത്ര കോളംസ് ആഡ് ചെയ്താൽ 0 കിട്ടുന്നു? 0 എന്ന് വെച്ചാൽ ഇവിടെ മോഡുലോ ടു അഡീഷൻ ആണ്, മറക്കണ്ട. എത്ര കോളംസ് തമ്മിൽ ആഡ് ചെയ്താൽ 0 കിട്ടുന്നു? എത്ര കോളംസ് തമ്മിൽ ആഡ് ചെയ്താൽ 0 കിട്ടുന്നു? ദാറ്റ് വിൽ ബി ദി, എത്ര കോളം തമ്മിൽ ആഡ് ചെയ്താൽ 0 കിട്ടുന്നു? ദാറ്റ് വിൽ ബി ദി that will be the d minimum. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ കോളം ഏതെങ്കിലും എല്ലാം ആഡ് ചെയ്തു, 1 ഉം 2 ഉം ആഡ് ചെയ്തു, 0 ആവോന്ന് നോക്കി. ഇല്ല. 1 ഉം 3 ഉം ആഡ് ചെയ്തു, 0 ആവോന്ന് നോക്കി. എങ്ങനെ നോക്കാന്ന് വെച്ചാൽ 1 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ 1 + 1 0, 1 + 1 0, തേർഡ് കോളം 1 + 0 1 വന്നു, നാലാമത്തെ 0 + 1 1 വന്നു. അപ്പൊ ആദ്യത്തെ 2 എണ്ണം ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 0 അല്ല എല്ലാം വരുന്നത്, പകരം എന്താണ്? 0 0 1 1 ആണ് വരുന്നത്. അതേപോലെ 1 ഉം 3 ഉം ആഡ് ചെയ്തു, 1 ഉം 4 ഉം ആഡ് ചെയ്തു, 1 ഉം 5 ഉം ആഡ് ചെയ്തു, അങ്ങനെ എല്ലാം തമ്മിൽ ആഡ് ചെയ്തു 0 വരുമെന്ന് നോക്കി. പിന്നെ അടുത്ത എന്താണ്? ഞാനതിൽ 2 അടുത്ത ഇപ്പൊ നമ്മൾ ഓരോന്നും ഇതുകൊണ്ട് ആഡ് ചെയ്ത് നോക്കിയാൽ ഇനി 2 എണ്ണം വെച്ച് ആഡ് ചെയ്ത് നോക്കി. എന്നുവെച്ചാൽ ആദ്യം 2 എണ്ണം, ആദ്യം ഇത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ആഡ് ചെയ്തു, ഫസ്റ്റും തേർഡും. അപ്പൊ 2 എലമെന്റ്സ് തമ്മിലാണ് ആദ്യം ആഡ് ചെയ്ത് നോക്കിയാൽ. ഇനി 3 എണ്ണം ആഡ് ചെയ്ത് നോക്കും. ഏതെങ്കിലും ആദ്യത്തെ ആഡ് ചെയ്തു, രണ്ടാമത്തെ ആഡ് ചെയ്തു, 3 എണ്ണം ആഡ് ചെയ്ത് നോക്കും. പിന്നെ എന്താ ആഡ് ചെയ്യും? 2 3 4 നോക്കും, 3 4 5 നോക്കും, 4 5 6 നോക്കും, 6 7 8 നോക്കും. അങ്ങനെ നമ്മൾ ഓരോന്ന് വിധവും ആഡ് ചെയ്ത് നോക്കും. അങ്ങനെ 0 ആക്കോ നോക്കും. ഇത് സമയം എളുപ്പം ലാഭിക്കാൻ, കാരണം കോഡ് വേർഡ് കണ്ടുപിടിക്കണ്ട, പക്ഷെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ ഓരോന്ന് വിധം ആഡ് ചെയ്ത് നോക്കണം. അതേപോലെ ഇവിടെ അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ 2 എണ്ണം തമ്മിൽ ആഡ് ചെയ്താൽ 0 ആവില്ല, 3 എണ്ണം തമ്മിൽ ആഡ് ചെയ്താൽ 0 ആവില്ല. പക്ഷെ 4 എണ്ണം തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ ആകെ 0 വരുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സെക്കൻഡും തേർഡും ഇവിടെ ഫസ്റ്റ് പോയിരിക്കുന്നതാണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും 6ഉം തമ്മിൽ ആഡ് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ അത് നോട്ട് ചെയ്യാം. ഫസ്റ്റും സെക്കൻഡും തേർഡും 6ഉം ആഡ് ചെയ്താൽ നമുക്ക് നോക്കി ആഡ് ചെയ്ത് നോക്കിയാലേ ആക്കും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വരുന്നുണ്ടോ നോക്കിയേ. 1 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 6 ആണ്, ഫസ്റ്റ് ആണ്. 1 1 1 0 ശരി, 1 1 0 1 ശരി, സെക്കൻഡ്. ഇനി അടുത്ത ഏതാണ്? 0 1 1. എഴുതിയിട്ടുണ്ടോ? മിസ്റ്റേക്ക് ഉണ്ട്. One one 1 0. 1 1 1 0. Okay. രണ്ടാമത്തെ 1 1 1 1 0 1 1 1 0 1. Okay. 1 0 1 1 1 0 1 1. Okay. 0 1 1 1 0 1 1 1. ആ ഒരെണ്ണം അവർ വിട്ടു പോയിട്ടുണ്ട്. 0 1 1 1 1 0 1 1 1 എന്നുള്ള ഒരു സാധനം ഇവർ ഇതിൽ എഴുതിയപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു കോളം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. 0 1 1 1. അപ്പൊ അത് ഇവിടെ തൽക്കാലം അറ്റത്തോട്ട് ആഡ് ചെയ്യാം. 0 1 1 1. അങ്ങനെ ഒരെണ്ണം ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ ഇവര് എച്ച് മെട്രിക്സ് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. പി ട്രാൻസ്പോസും ഐഡന്റിറ്റി മെട്രിക്സും തമ്മിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പി ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ്, പിയുടെ ഇൻവേഴ്സ് എടുക്കുക, ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുക. അത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ അത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ അവര് ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + 1. ഇത് ഫസ്റ്റ് കോളം എന്ത് കിട്ടും? ഫസ്റ്റ് റോ 1 + 1 XOR ആണ്. XOR അഡീഷൻ ആയിട്ട് 1 + 1 0 ആയി.
പ്ലസ് 0 0 കിട്ടി. അടുത്ത 1 പ്ലസ് 1 ആയി 0 ആയി, പ്ലസ് 1 ആയപ്പോൾ 1 ആയി, പ്ലസ് 1 ആയപ്പോൾ വീണ്ടും 0 ആയി. അടുത്ത 1 പ്ലസ് 0 1 ആയി, പ്ലസ് 1 ആയപ്പോൾ വീണ്ടും 0 ആയി, പ്ലസ് 0 ആയപ്പോൾ 0 ആയി. അങ്ങനെ എല്ലാം 0 ആവുന്ന കേസ് 4 കോളം ആഡ് ചെയ്യുമ്പോഴാണ് 0 ആവുന്നത്. 2 എണ്ണം തമ്മിൽ ആഡ് ചെയ്താൽ 0 ആവില്ല, 3 എണ്ണം തമ്മിൽ ആഡ് ചെയ്താൽ 0 ആവില്ല, 4 എണ്ണം തമ്മിൽ ആഡ് ചെയ്താൽ മാത്രമേ 0 ആവും. സോ ഹിയർ ദി മിനിമം ഡിസ്റ്റൻസ് d മിനിമം ഇസിക്കൽ ടു 4. അങ്ങനെ d മിനിമം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ d മിനിമം അല്ലെങ്കിൽ മിനിമം വെയിറ്റ് ഇസിക്കൽ ടു d മിനിമം ഇസിക്കൽ ടു 4 എന്ന് കിട്ടും. ഇത് ഒരു മെത്തേഡാണ്. പല രീതിയിൽ കണ്ടുപിടിക്കാം. കോഡ് വേർഡ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന കോഡ് വേർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് വേർഡുകളെല്ലാം എഴുതുക. കോഡ് വേർഡ് ആദ്യത്തെ 2 എണ്ണം 3 എല്ലാം എഴുതുക. എല്ലാത്തിന്റെ വെയിറ്റുകൾ നോക്കുക. ഏറ്റവും മിനിമം വെയിറ്റ് ഏതാണ്, ദാറ്റ് വിൽ ബി ദി മിനിമം വെയിറ്റ് ഓർ മിനിമം ഡിസ്റ്റൻസ്. ഇല്ലെങ്കിൽ ഉള്ളത് ഈ എച്ച് മെട്രിക്സ് എല്ലാ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആഡ് ചെയ്യുക. ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആഡ് ചെയ്യുക. ഫസ്റ്റും തേർഡും ഫസ്റ്റും ഫോർത്തും ഫസ്റ്റും ഫിഫ്ത്തും അങ്ങനെ എല്ലാ കോളം ആഡ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും 0 ആവാൻ നോക്കുക. പിന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും അങ്ങനെ എല്ലാം ആഡ് ചെയ്യുക. പിന്നെ 4 എണ്ണം തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ദീസ് ആർ ദി 3 മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് d മിനിമം. കോഡ് വേർഡ് കണ്ടുപിടിക്കാൻ പറയുന്നില്ലെങ്കിൽ ഇതായിരിക്കും എളുപ്പം. കാര്യം അത്രയും കോഡ് വേർഡ് കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഉള്ളത് ഈ പ്രോബ്ലത്തിന്റെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.